നിങ്ങൾക്ക് മദ്യപിക്കാൻ ഇഷ്ടമാണോ? നല്ലതുപോലെ മദ്യപിക്കുന്ന ഒരാളാണോ നിങ്ങൾ? എന്നാൽ മദ്യപിക്കാം, കുഴപ്പമൊന്നുമില്ല. ഞാൻ പറയുന്ന 2 കാര്യങ്ങൾ കറക്റ്റാക്കി വെച്ചിട്ട് നിങ്ങൾ മദ്യപിച്ചോളൂ. ഒന്ന്, അക്കൗണ്ടിൽ ഒരു 30 ലക്ഷം രൂപ സെപ്പറേറ്റ് ആയിട്ട് മാറ്റി വെച്ചേക്കുക. കാരണം എന്നാന്ന് വെച്ചാൽ കേരളത്തിലെ നല്ല ലോകത്തും തന്നെ ഏറ്റവും ചിലവേറിയ ചികിത്സകളിലൊന്നാണ് നമ്മുടെ ഗ്രേഡ് 3 ഫാറ്റി ലിവറിന് ശേഷം വരുന്ന ലിവറിൻ്റെ പ്രശ്നങ്ങളെല്ലാം തന്നെ. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ നിങ്ങൾക്ക് മദ്യപിച്ച് ലിവർ സിറോസിസ് വന്നു. ലിവർ സിറോസിസ് വന്നാൽ വേറെ കുഴപ്പമൊന്നുമില്ല, നിങ്ങൾക്കൊരു ഡോണറേയും കണ്ടുപിടിക്കാനും ലിവർ ട്രാൻസ്പ്ലാന്റും ചെയ്യണം. അതിനൊരു 20 തൊട്ട് 30 ലക്ഷം രൂപയാവും. സോ അതുകൊണ്ട് അന്ന് നിങ്ങളോട് ഈ മദ്യപിക്കരുതെന്ന് പറഞ്ഞ ഭാര്യയോടും മക്കളോടും കൂട്ടുകാരോടും സഹപ്രവർത്തകരോടും ഒന്നും പൈസ ചോദിക്കാതെ, വീട് ലോൺ വെക്കാതെ നിങ്ങൾ ലിവർ മാറ്റി വെക്കാൻ വേണ്ടി ഇപ്പോഴേ ഒരു 30 ലക്ഷം രൂപ മാറ്റി ബാങ്ക് അക്കൗണ്ട് വെച്ചേക്കുക. അത് നമ്പർ 1. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾക്ക് എന്താ പറയുക, മദ്യപിച്ച് ഒന്നെങ്കിൽ ഹാർട്ട് അറ്റാക്ക് വരും, അല്ലെങ്കിൽ കൊളസ്ട്രോൾ കൂടിയിട്ട് സ്ട്രോക്കോ അങ്ങനെ എന്തെങ്കിലും സാധനം വരും, അല്ലെങ്കിൽ ഒബ്വിയസ്ലി അൾസറോ അല്ലെങ്കിൽ ലിവർ സിറോസിസോ വരും. അപ്പോൾ ഇത് വരുമ്പോഴത്തേക്കും നിങ്ങൾക്ക് കൂടെ ആശുപത്രിയിൽ നിൽക്കാൻ ആരെങ്കിലും വേണമല്ലോ. ആ സമയത്തും ഈ ഭാര്യയെ അമ്മയെ മക്കളെ ഒന്നും വിളിക്കാതിരിക്കുക. അതിനുവേണ്ടി നിങ്ങൾ സെപ്പറേറ്റ് ഒരു ബൈസ്റ്റാൻഡർ പൈസ കൊടുത്തിട്ട്, ഇപ്പോൾ അങ്ങനെയൊക്കെ പരിപാടിയുണ്ട്, ആശുപത്രിയിൽ നിൽക്കാൻ വേണ്ടി നമുക്ക് പൈസ കൊടുത്തിട്ട് ആളെ നിർത്താം, ഈ എന്താ പറയുക ഹോം നേഴ്സിനെയൊക്കെ പോലെ. സോ അതുകൊണ്ട് അങ്ങനെ ഒരാളെ സെറ്റാക്കി നിർത്തിക്കോളുക. ഇത് രണ്ടും റെഡിയാക്കിയിട്ട് നിങ്ങൾക്ക് സധൈര്യം മദ്യപിക്കാം. ഈ മദ്യപിക്കുന്നത് കൊണ്ട് ശരിയാണ്, നിങ്ങളുടെ സ്വാതന്ത്ര്യമാണ്, നിങ്ങളുടെ ശരീരമാണ്, നിങ്ങളുടെ പൈസയാണ്, സർക്കാർ ബിവറേജ് വഴി ലീഗലായിട്ട് തരുന്ന ഒരു സാധനമാണ്, അത് നിങ്ങൾക്ക് ധൈര്യമായിട്ട് കഴിക്കാം. പക്ഷേ മദ്യപാനത്തിൻ്റെ കുഴപ്പം എവിടെയാണെന്ന് വെച്ചാൽ, ഈ മദ്യപിക്കുന്ന ആൾ മാത്രമല്ല, കൂടെയുള്ള ആൾക്കാരും സഫർ ചെയ്യേണ്ടി വരും. ഒരു സ്റ്റേജ് 4 ലിവർ സിറോസിസ് അല്ലെങ്കിൽ സ്റ്റേജ് 3 ഹെപ്പറ്റോമെഗാലി ഉള്ള ഒരാളെ ട്രീറ്റ് ചെയ്യുക എന്ന് പറയുന്നത് ഭയങ്കര പ്രയാസമുള്ളൊരു കാര്യമാണ്. സോ ആ സമയത്ത് നിങ്ങളോട് മദ്യപിക്കരുതെന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ജീവിക്കാൻ പെടാപ്പാട് പെടുന്ന നിങ്ങളുടെ ഭാര്യയും മക്കളെയും കഷ്ടപ്പെടുത്താതെ സ്വയമേ ഒരു രോഗിയായി ചികിത്സിക്കുക. ആ ചികിത്സിക്കാൻ വേണ്ടി നിങ്ങൾ റെഡിയാണെങ്കിൽ ഒരു കുഴപ്പമില്ല, മദ്യപിച്ചോളുക.